ഇപ്പൊ ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ സ്ഥിരം പറയാറുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഓൺലൈനിലാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് ആ ഒരു ഫീല് കിട്ടത്തില്ല. എനിവേ പറയാം. ഞാൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് അമ്മ വിളിക്കുന്നു. അമ്മ വിളിച്ചേച്ച് പറയുകയാണ്, മോളെ ഇവിടെ ബ്രെഡ് ഇരിക്കുന്നു, 2 ദിവസമായി മേടിച്ചുകൊണ്ട് വെച്ചിട്ട് അത് പിന്നെ കൊടുക്കാവോ, പിള്ളേർക്ക് എടുത്ത് കൊടുക്കാവോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ അമ്മയോട് പറയുന്നു, അമ്മ ഒരു കാര്യം ചെയ്യും, ആ ബ്രെഡിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയക്കുക, കവർ പൊട്ടിച്ചതിന് ശേഷം ഒരു ഫോട്ടോ ഇനി അയച്ചേക്കാൻ പറയുന്നു. അങ്ങനെ അമ്മ കവർ പൊട്ടിച്ചേച്ച് ഒരു ഫോട്ടോ നമുക്ക് അയച്ചു തരുന്നു. ഫോട്ടോ അയച്ചു വരുമ്പോൾ നിങ്ങൾ നേരെ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കുന്നു, പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. വീണ്ടും അമ്മയെ വിളിക്കുന്നു. വിളിച്ചതിന് ശേഷം നമ്മൾ പറയുന്നു, അമ്മ ഒരു കാര്യം ചെയ്യ്, ഒരു പീസ് അതിനകത്ത് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡും അതിൻ്റെ അകവശവും ഒന്നുകൂടി ഒന്ന് അയക്കാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ 2 ഇമേജായിട്ട് അമ്മ അയച്ചു തരുന്നു. 2 ഇമേജായിട്ട് അയച്ചു തരുമ്പോൾ നമ്മൾ അപ്പുറവും ഇപ്പുറവും ഒന്ന് നോക്കുന്നു. അങ്ങനെ 2 സൈഡ് നമുക്ക് കിട്ടി. ഒന്ന് ഫ്രണ്ട് വശം കിട്ടി, ഒന്ന് ബാക്ക് വശം കിട്ടി. പക്ഷെ സൈഡ് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അമ്മയോട് പറയുന്നു, അമ്മ ഒരു കാര്യം ചെയ്യ്, ഒരു ഇമേജും കൂടെ അയക്ക്, അതിൻ്റെ സൈഡ് കൂടെ ചേർത്ത്, അതിൻ്റെ സൈഡ് ആ കോർണർ സൈഡും കൂടെ ചേർത്ത് ഒരു ഇമേജ് അയക്കാൻ പറയുന്നു. അങ്ങനെ അമ്മ 3 ഇമേജ് ചേർത്ത് നമുക്ക് അയച്ചു തരുന്നു. നമ്മൾ നോക്കുന്നു, നമ്മൾ ഫ്രണ്ട് നോക്കി കുഴപ്പമില്ല, ബാക്ക് നോക്കി പൂപ്പലില്ല, സൈഡ് നോക്കി പൂപ്പലില്ല. നമ്മൾ വിളിച്ച് പറയുന്നു, അമ്മേ അത് ധൈര്യമായിട്ട് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ഇവിടെ 3 ടെക്നോളജി വർക്കായി. ആദ്യത്തെ ആ കവർ ഒന്ന് പൊട്ടിച്ച് ഒരു പ്ലെയിൻ ഫോട്ടോ നമുക്ക് അയച്ചു തരിക എന്ന് പറയുമ്പോൾ അത് എക്സ്റേക്ക് തുല്യമാണ്. അതൊരു 1 ഡയമെൻഷനിലാണ്. അതിനകത്ത് പ്രത്യേകിച്ച് സർഫസ് അല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CTക്ക് തുല്യമാണ്. 2 ഡയമെൻഷനിലാണ്. അതിലൊരു പീസ് എടുത്തു. ആ പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടും ബാക്കും അയച്ചു തന്നു. അപ്പോൾ ഫ്രണ്ട് വശവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബാക്ക് വശവും കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കുഴപ്പമില്ലെന്ന് മനസ്സിലായി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൈഡ് കാണാൻ പറ്റിയില്ല. സൈഡ് കാണാൻ പറ്റാതെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അമ്മയോട് ഒരു ഇമേജ് കൂടി അയക്കാൻ പറഞ്ഞു. സൈഡ് കൂടെ ചേർത്ത് ഒരു പീസ് കൂടെ കട്ട് ചെയ്ത് ഫ്രണ്ട് ബാക്ക് സൈഡും കൂടെ ചേർത്ത് അയക്കാൻ പറയുന്നു. ആ സൈഡ് കൂടെ ചേർത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 3 ഡയമെൻഷനിലുള്ള ഇമേജാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ആ ബ്രെഡിന് യാതൊരു പ്രോബ്ലവും ഇല്ലെന്നും നിങ്ങൾ ബ്രെഡ് കൊച്ചിന് കൊടുത്തോളൂ എന്നും നിർദ്ദേശിക്കുന്നു. ഇതേ കാര്യമാണ് CTയും MRIയും എക്സ്റേയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ചെസ്റ്റിൻ്റെ ഒരു എക്സ്റേ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഇമേജാണ്. ആ 1 പ്ലെയിനകത്തുള്ള ആ സർഫസിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോ ഇഷ്യൂസ്. അതേസമയം CT സ്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്യുന്നു. ഒരു 10 പീസ് അല്ലെ 14 പീസ് അല്ലെ 16 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകവും പുറവും നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അകത്ത് ഓരോ പീസിലും ഏതെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻ, നോർമൽ അനാട്ടമിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്നു. ദെൻ ഇത് ഒരു പ്ലെയിനിൽ കൂടി ചെയ്യുന്നു. ഒരു പീസ് ആക്കുക എന്ന് പറയുന്നത് ഒരു പ്ലെയിനിൽ കൂടി നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ പഠനം നടത്തുമ്പോഴത്തേക്ക് അത് 3 ഡയമെൻഷനിലാകുന്നു. ആ 3 ഡയമെൻഷണൽ ഇമേജ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നു എന്ത്, ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. അതൊരു 3 ഡയമെൻഷണൽ ഇമേജ് വ്യൂവിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് MRIക്ക് തുല്യമാകുന്നു. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ഡയമെൻഷനിലാണ്, CT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഡയമെൻഷനിലാണ്, ദെൻ MRI സ്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡയമെൻഷനിലാണ്. അപ്പോൾ 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിനിൽ കൂടി നമ്മൾ കട്ട് ചെയ്യും. ഒരു പ്ലെയിനിൽ കൂടി കട്ട് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ കറക്റ്റ് MRIയുടെ ആ ഒരു ഇമേജ് എടുക്കുമ്പോൾ മനസ്സിലാവും. നോക്കിക്കോളുക, ഇവിടെ 3 പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് സാജിറ്റൽ പ്ലെയിൻ, രണ്ടാമത്തെ കൊറോണൽ പ്ലെയിൻ, മൂന്നാമത്തെ ആക്സിയൽ പ്ലെയിൻ. ഈ 3 തരത്തിലും നമ്മൾ അതിനെ പീസാക്കിയിട്ട് ഓരോ സർഫസും എടുത്ത് എവാലുവേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് MRI സ്കാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ MRI സ്കാൻ വഴി നമ്മൾ ഒരു കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 90% MRIയിൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 90% കുഴപ്പമില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ പറ്റും. CT സ്കാൻ എടുത്ത് അതിനകത്തുനിന്ന് ഫൈൻഡിങ്സ് ഒന്നും കിട്ടിയില്ല, പക്ഷേ സിംറ്റംസ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയും CTക്ക് ഇത്തിരി റേറ്റ് കുറവായതുകൊണ്ടാണ് അത് എടുക്കാൻ വേണ്ടി പറഞ്ഞത്, പക്ഷേ അതുകൊണ്ട് നമുക്കിപ്പോൾ പ്രയോജനമില്ല. ഒരു കാര്യം ചെയ്യ്,
രോഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ തലവേദന മാറുന്നില്ല എങ്കിൽ നമുക്കൊരു MRI കൂടി എടുത്ത് പരിശോധിക്കാം എന്ന് പറയും. അപ്പൊ ഈ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? 3ഉം തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു പരിധി വരെ ഇതിനകത്ത് എന്താണ് ഒരു CT സ്കാൻ കണ്ടു കഴിഞ്ഞാൽ ഫുൾ കാര്യങ്ങളും റീഡ് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു പരിധി വരെ ഇതെന്താണ്, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വളരെ ഹെക്ടിക് ടാസ്ക് ആണ്, ചെറിയ കാര്യമല്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ശ്രമം നടത്തുകയാണ്. ഓക്കെ, ചെറിയ രീതിയിൽ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ചില കാര്യങ്ങൾ വളരെ ഡാർക്കായിട്ട് കാണപ്പെടും, ചില കാര്യങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട്, ചില കാര്യങ്ങൾ വളരെ ഡാർക്കായിട്ട് കാണപ്പെടും. വണ്ടി വന്നു. അൺമ്യൂട്ട് ചെയ്ത് സൗണ്ട് ഉണ്ടാക്കില്ലേ? ചില കാര്യങ്ങൾ വളരെ ഡാർക്കായിട്ട് കാണപ്പെടും, ചില കാര്യങ്ങൾ വളരെ വൈറ്റ് ആയിട്ട് കാണപ്പെടും, ചില കാര്യങ്ങൾ ഗ്രേ ആയിട്ട് കാണപ്പെടും, ചില കാര്യങ്ങൾ ലൈറ്റ് ഡാർക്കായിട്ട് കാണപ്പെടും. ഇതൊക്കെ എന്തൊക്കെയാണെന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. ഓക്കെ, ആ തിരിച്ചറിവിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിലേക്കൊന്ന് ശ്രദ്ധിക്കുക, ഈ ഇമേജിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഏകദേശം റേഡിയോളജി പ്രകാരമുള്ള ഒരു ടെക്നിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എയർ എന്ന് പറയുന്നത് ഏകദേശം ഡാർക്കായിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ ഫാറ്റ് എന്ന് പറയുന്ന ഫാറ്റ് ഇപ്പം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ഏകദേശം ഒരു ഗ്രേ കളറിലാണ് കാണപ്പെടുന്നത്. ദെൻ വാട്ടറും ഏകദേശം ഒരു ഗ്രേ കളറിലാണ്. പക്ഷെ അത് ഇതിനേക്കാൾ, ഈ ഒരു പിക്ചറിൽ കാണുന്നതിനേക്കാൾ ഡാർക്കാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കുറച്ചുകൂടെ ഡാർക്കായിട്ടാണ് കാണപ്പെടേണ്ടത്. ദെൻ ബോൺ നല്ല വൈറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ ഇതിനെ ഡെൻസിറ്റിയുടെ ലേബലിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെൻസിറ്റി കൂടുതലുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖരം, നമ്മൾ സോളിഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, തൊടുമ്പോൾ നല്ല ഹാർഡായിരിക്കും. ഡെൻസിറ്റി കുറവുള്ള സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ മോളിക്യൂൾസ് അകന്നകന്ന് നിൽക്കുമായിരിക്കും, അത് വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ സോളിഡ്, സെമി സോളിഡ്, ലിക്വിഡ്, എയർ എന്ന് വെച്ചാൽ ഗേഷ്യസ്, ആ ഒരു ഫോമിലേക്ക് പോകുന്നതനുസരിച്ച് ഡെൻസിറ്റി കുറഞ്ഞ് വരുന്നു. സോളിഡ് എന്ന് വെച്ചാൽ നല്ല ഡെൻസിറ്റി ഉണ്ട്, അതിൽ ഡെൻസിറ്റി കുറവാണ് സെമി സോളിഡ്. വെള്ളം ആകുമ്പോഴത്തേക്ക് ഡെൻസിറ്റി വീണ്ടും കുറയും, എയർ ആകുമ്പോഴത്തേക്ക് തീരെ ഡെൻസിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ്റേ അല്ലെങ്കിൽ റേഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണ്? നമ്മളിപ്പോൾ എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവുന്നത് സൗണ്ട് വേവ്സ്, അൾട്രാസൗണ്ട് ആണെങ്കിലും എക്കോ കാർഡിയോഗ്രാഫി ആണെങ്കിലും എല്ലാം വർക്ക് ചെയ്യുന്നത് സൗണ്ട് വേവ്സിനെ കറക്റ്റ് ചെയ്ത് വിടുന്നു. ആ സൗണ്ട് വേവ് ഓരോ ഓർഗൻസിലും പോയി തട്ടി തിരിച്ചു വരുമ്പോൾ അതിൻ്റെ പ്രതിഫലനം കൃത്യമായിട്ടും റീഡ് ചെയ്താണ് കമ്പ്യൂട്ടർ ഇതിനകത്ത് പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. എന്താണ് നോർമലായിട്ടുള്ള അതിൻ്റെ റിഫ്ലക്ഷൻ എന്നുള്ളത് കമ്പ്യൂട്ടറിന് അറിയാം. നോർമലായിട്ടുള്ള റിഫ്ലക്ഷൻ അല്ല അത് തരുന്നത് എങ്കിൽ ആ അബ്നോർമാലിറ്റി എന്താണെന്ന് അത് സൂചിപ്പിക്കുന്നു, അത് അവർ റീഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ അതിനകത്തുള്ള കഥ എന്ന് പറയുന്നത്. പിടിയിട്ടില്ല. ഇതേപോലെ തന്നെ നമ്മൾ റേഡിയോ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എക്സ്റേ കടന്നു പോകുന്ന സമയത്ത് വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ റേഡിയേഷൻ കടന്നു പോകുന്ന സമയത്ത് വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സാധനങ്ങൾ ഇത് പൂർണ്ണമായും അങ്ങ് കടത്തിവിടും. എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി കുറവുള്ള സംഭവങ്ങൾ, എയർ പോലുള്ള സംഭവങ്ങളാണെങ്കിൽ ഈ സംഭവത്തെ പൂർണ്ണമായിട്ടും അങ്ങ് കടത്തിവിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളൊരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ്? അതിനകത്ത് പ്രകാശം തട്ടി നമ്മുടെ കണ്ണിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ നമ്മൾ ആ വസ്തുവിനെ കാണത്തുള്ളൂ. പകരം പ്രകാശത്തെ അതങ്ങ് കടത്തി വിടുവാണെങ്കിൽ ആ വസ്തു അവിടെ നിൽക്കുന്നതായിട്ട് പോലും നമുക്ക് തോന്നുകയില്ല. ഇതേ കാര്യം തന്നെ ഇവിടെ ഊഹിക്കണം. ചില വസ്തുക്കൾ ഈ പറഞ്ഞ റേഡിയേഷനെ പൂർണ്ണമായിട്ടും അങ്ങ് കടത്തി വിടുവാണെങ്കിൽ അത് വളരെ ഇരുണ്ട രീതിയിൽ കാണപ്പെടും. എയർ പോലുള്ള വസ്തുക്കളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മോളിക്യൂൾ തമ്മിലുള്ള സ്പേസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും റേഡിയേഷനെ അങ്ങ് കടത്തിവിടും. സ്വാഭാവികമായിട്ടും നല്ല ഇരുട്ടായിട്ടായിരിക്കും, നല്ല ഡാർക്കായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതേസമയം ലിക്വിഡ് പോലുള്ള സബ്സ്റ്റൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് കടത്തിവിടും എങ്കിലും ചെറിയ രീതിയിൽ ഒരു സ്കാറ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒന്ന് പടരുന്നതിന് കാരണമാവും. ചിലതിനെയൊക്കെ ഒന്ന് തട്ടിയും തെറിപ്പിച്ചും ഒക്കെ ഇടും. അങ്ങനെ ഒരു സ്കാറ്ററിങ്ങിന് കാരണമാവും.
അപ്പോൾ അതൊരു ഡാർക്ക് ആണെങ്കിൽ ഒരു ലൈറ്റ് ഡാർക്ക് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതേസമയം സെമി സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഗ്രേ കളറിലായിരിക്കും കാണപ്പെടുന്നത്. അല്ല, ബോൺ പോലെ നല്ല ഹാർഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും പിടികിട്ടിയോ? അതാണ് ഇനി ഇപ്പുറത്തോട്ട് ഞാൻ ചോദിക്കുന്നത്. ഇതിലേക്കൊന്ന് നോക്കുക. ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഈ ഭാഗത്തൊന്ന് നോക്കുക. ഇവിടെ ആദ്യം എയർ എടുക്കാം നമുക്ക്. എയർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും റേഡിയേഷനെ കടത്തിവിടുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഡാർക്ക് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിനെക്കാട്ടും ഒരു ലൈറ്റ് ഡാർക്ക് ആയിട്ടാണ് ഈ CSF കാണപ്പെടുന്നത്. കാരണം അത് ചെറിയ രീതിയിൽ ഒന്ന് സ്കാറ്റർ ചെയ്യുന്നുണ്ട് റേഡിയേഷനെ. മൊത്തത്തിൽ കടത്തിവിടുന്നില്ല എങ്കിൽ ഒന്ന് ചെറിയ റിഫ്ലക്ഷന് കാരണമാകുന്നുണ്ട്. ദെൻ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടിഷ്യൂസ് ആണ്. അതൊരു സെമി സോളിഡ് സബ്സ്റ്റൻസ് എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പൂർണ്ണമായിട്ടും സോളിഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ഗ്രേ കളറിൽ കാണപ്പെടുന്നു. ദെൻ ബോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? അത് പൂർണ്ണമായിട്ടും റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യും, റേഡിയേഷനെ തെറിപ്പിക്കും. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും തിരിച്ചു വരുന്നുണ്ട്. നല്ല വ്യക്തതയോടുകൂടി നല്ല വൈറ്റ് കളറിൽ നമ്മൾ അതിനെ കാണപ്പെടുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മളൊരു ഒരു ഇമേജ് കൊടുത്തേക്കുന്നതിനകത്ത് ഇതാ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നതാണ് ഇത് സ്കൾ ബോൺ ആണ്. അത് നല്ല വൈറ്റ് ആയിട്ട് കാണപ്പെടുന്നു. ഇത് ബ്രെയിൻ ആണ്. അത് സെമി സോൾഡ് ആണ്, ഏകദേശം ഗ്രേ ആയിട്ട് കാണപ്പെടുന്നു. ഇത് CSF ഉൾപ്പെടെ നിൽക്കുന്ന വെൻട്രിക്കിൾസ് ആണ്. അത് ഒരു പരിധിവരെ ലൈറ്റ് ഡാർക്ക് ആയിട്ടാണ് കാണപ്പെടുന്നത്. ലൈറ്റ് ഡാർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു എയറിന്റെ ഒരു കമ്പാരിസൺ നമുക്ക് ദാണ്ട് ഈ ഔട്ടർ ഫീൽഡിൽ കാണിക്കാം. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഡാർക്ക് അല്ല എന്നൊന്ന് ഊഹിച്ചേക്കണം. ഇവിടെ പിക്ചറിൽ കാണുമ്പോൾ ചിലപ്പോൾ സെയിം ആണെന്ന് തോന്നും, അത്രയും ഡാർക്ക് അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ബ്രെയിൻ്റെ ഇമേജ് എടുക്കുമ്പോൾ ബോണ് നല്ല സ്കൾ ബോൺ ഏകദേശം വൈറ്റ് ആയിട്ട് കാണപ്പെടുന്നു. അവിടുത്തെ ബ്രെയിൻ ടിഷ്യൂ ഏകദേശം ഗ്രേ ആയിട്ട് കാണപ്പെടുന്നു. ലിക്വിഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഡാർക്ക് ആയിട്ട് കാണപ്പെടുന്നു, ലൈറ്റ് ഡാർക്ക് ആയിട്ട് കാണപ്പെടുന്നു. ദെൻ എയർ ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഡാർക്ക് ആയിട്ട് കാണപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ